ഹലോ, നമ്മളെവിടെയാണ് വന്നേക്കണതെന്നറിയോ? ഞങ്ങൾക്ക് ഇവിടെ പപ്പയ്ക്ക് ഒരു കുറി കമ്പനി ഉണ്ടായിരുന്നേ. കോസ്മോസ് എന്നാണ്. അപ്പോൾ മണ്ണുത്തിയിലാണ്. അപ്പോൾ പപ്പയുടെ കാലശേഷം ഇപ്പം നമ്മളാണ് കൊണ്ട് നടക്കുന്നത്. അതിലൊരു 45ഓളം ഷെയർസ് ഉണ്ട് കേട്ടോ, പാർട്ട്ണർമാരുണ്ട്. അതിലൊരാളാണ് നമ്മൾ. അപ്പോൾ പപ്പയ്ക്ക് ശേഷം നമ്മളാണത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിലുള്ളതാ ഈ ഷെയർകാരൊക്കെയാണത്. ചേച്ചിയുടെ മോനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ വാർഷികമായിരുന്നു. എല്ലാ കൊല്ലവും ഉണ്ടാവും വാർഷികം. അതുപോലെ പുതിയ കുറി തുടങ്ങുന്നതിൻ്റെ ചർച്ചകൾ, പിന്നെ മെമ്പർമാരെ തിരഞ്ഞെടുക്കൽ, വോട്ടിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോന്നു. അപ്പോൾ പിള്ളേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട്, മീറ്റിങ്ങും കാര്യങ്ങളാണല്ലോ, ചെറുതിനെ കൊണ്ടുവന്നാൽ ഭയങ്കര തൊല്ലയാവും. അപ്പോൾ അതിനവിടെ ആക്കി ചേച്ചിയുടെ മോനെയും കൊണ്ടുവന്നു. അപ്പോൾ അവനെയും കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ മണ്ണുത്തി തന്നെ ഒരു ഹോളാണ് എടുത്തത് കേട്ടോ. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഹോളാണ് അടുത്ത പ്രാവശ്യം തൊട്ട് മണ്ണുത്തി തന്നെ നമ്മുടെ കുറി കമ്പനിയിൽ ഇത് പണിയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാനാണ്. അപ്പോൾ കോസ്മോസ് എന്നാണ് കേട്ടോ കുറി കമ്പനിയുടെ പേര്. അപ്പോൾ പപ്പയില്ലാത്തതിൻ്റെ ഒരു കുറവ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കുകയാണ് കേട്ടോ. പപ്പയുണ്ടെങ്കിൽ ആകെ ഒരു ബഹളം ഇതൊക്കെയാണ്. എല്ലാ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ കുറേ പേര് ഇതുപോലെ തന്നെ നമ്മുടെ പപ്പയുടെ പോലെ തന്നെ മരിച്ചിട്ട് മക്കളാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതാ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പിള്ളേർക്കൊക്കെ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ വർഷവും കുറച്ച് പൈസയും പിന്നെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം എയർ കൂളറ്, പിന്നെ കൂളറ്, പിന്നെ എന്താണ് ഇപ്രാവശ്യം കുക്കറാണ് കേട്ടോ കിട്ടിയത്. പിന്നെ എയർ ഫ്രയർ കിട്ടിയായിരുന്നു. പിന്നെ ബിരിയാണി വയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ. അങ്ങനെ ഓരോ കൊല്ലം ഓരോ സാധനങ്ങളാണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൈസയും നമ്മൾ പാർട്ട്നേഴ്സിനുണ്ടാവും. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ കുപ്പിയൊക്കെ വാരി കെട്ടി കുറേ ജ്യൂസൊക്കെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് സംഭവം. അപ്പോൾ അതൊക്കെ അങ്ങനെ പാക്ക് ചെയ്ത് നമ്മൾ കാറിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞു. ഇനി ഇത് അടുത്ത വർഷമാണുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലവും ഉണ്ടാവും. എല്ലാ കൊല്ലവും ഇതുപോലെ നമുക്ക് അതിൻ്റെ ഒരു കുറികൾ നടത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു വീതം ഷെയർ നമുക്കും കിട്ടും. ഇതുപോലെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.